ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. സുധാ കുങ്കര സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ, ശ്രീലീല, രവിമോഹൻ, അഥർവ എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് ജനുവരി 14 പൊങ്കൽ റിലീസിനായിട്ട് റിലീസ് ചെയ്യുന്ന പുതിയ ചിത്രമാണ് പരാശക്തി. അതിലെ പുതിയ ലിറിക് വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന സോങ് ടൈറ്റിൽ ആസ് രത്നമാല. ഇതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി.വി. പ്രകാശ് കുമാറാണ്. ഇതിന്റെ ലിറിക്സ് ഈ പാട്ടിന്റെ എഴുതിയിരിക്കുന്നത് ജയശ്രീ മതിമാരനാണ്. ഇതിന്റെ പാട്ട് പാടിയിരിക്കുന്നതും ജി.വി. പ്രകാശ് തന്നെയാണ്. അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യാം. രത്നമാല, ഡയമണ്ട് മാല. റെഡ് ആൻഡ് ഉദയനിധി, ഡോൺ പിക്ചേഴ്സ്, പ്രൊഡ്യൂസ്ഡ് ബൈ ആകാശ് ഭാസ്കർ, ജി.വി. പ്രകാശ്, SK25. തെലുങ്കിലാണ്. സിദ്ധാർത്ഥ. പഴയ ഒരു ഡാൻസ്. സിംഗർ ജി.വി. പ്രകാശ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പാട്ട് തുടക്കം തന്നെ കേൾക്കാൻ തന്നെ കൊള്ളാം. രത്നമാല. ആൻഡ് ജി.വി. ഒരു അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ റീസെന്റ് നാഷണൽ അവാർഡും കിട്ടിയതാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു മെലഡി സൈഡ് ഉണ്ട്. അതായത് പുള്ളിക്കുള്ള ഒരു മെലഡി സൈഡ് എന്ന് പറയുന്ന ഒരു അൺബിലീവബിൾ സാധനമാണ്. അമ്മാതിരി സാധനങ്ങളൊക്കെ ഇറക്കി കളയും ഒരു മെലഡി ടൈപ്പൊക്കെ വരുമ്പോൾ. കാരണം ആ വോയിസും കുറച്ച് നല്ല, എല്ലാവർക്കും നല്ല ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് വോയിസ് ആയിട്ട് അതിന് അതുപോലെയൊക്കെ പാടാനൊക്കെ ജീവിക്ക് പറ്റും. സൂപ്പറായിട്ട് ജീവി പാടുകയും ചെയ്യും. ആൻഡ് ശിവകാർത്തി അതിന് ശ്രീലീല കോമ്പോ എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ഞെട്ടിക്കുമെന്നാണ് തോന്നുന്നത്. അവർ കൊള്ളാം, കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട്. ആ ഡാൻസ് പിന്നെ കണ്ടില്ലേ, ആ ഒരു വൈബ്, ആ പഴയ ഒരു ആ ഒരു പഴയ വൈബിലെ ഡാൻസ് ആണ് അവർ ചെയ്യുന്നത്. കൊറിയോഗ്രാഫർ ബൃന്ദാണ്. ഒരു സ്ലോ ബേസ്ഡ് സോൾഫുൾ സോങ് ആണ്, റൊമാൻറ്റിക്. ജീവിയുടെ വോയിസ് അടുത്ത കപ്പിൾസ് റീലിടാൻ പോണ ചെപ്പിലായി ഇൻസ്റ്റയിൽ. പാട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു സോൾഫുൾ മെലഡിയാണ്, വളരെ സ്ലോ ബേസ്ഡ് ആണ്. ഇതുപോലത്തെ ഒരു പാട്ട് ഒരു ഡാർലിംഗില് ജി.വി. പ്രകാശിന്റെ ഒരു പടം ഡാർലിംഗ്, ഒരു ഹൊറർ പടം. അതിലെ പാട്ടെല്ലാം സൂപ്പർ. അൻപേ അൻപേ നെഞ്ചിൽ വീഴെന്തായി. അതിൽ പിന്നെ വേറെയും കുറെ പാട്ടെല്ലാം ആണ്, സൂപ്പർ പാട്ടുകളാണ്. അപ്പൊ ഇതും അതുപോലെ ഒരു നല്ല സോൾഫുൾ ആയിട്ടുള്ള മെലഡിയാണ്. പിന്നെ താണ്ഡവൻ സിനിമയിൽ ഒരു പാട്ടുണ്ട്, അതായത് ഒരു പാതി കഥവ് നീയട മറുപാതി കഥവ് ഞാനോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ് അതൊക്കെ. ജീവി മെലഡി സൈഡ് സ്ലോ വോയിസിൽ ഹസ്കി പോലെ.
ഡയറക്ഷൻ ഓഫ് DOP രവി കെ ചന്ദ്രനാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ MR കാർത്തിക് രാജ്കുമാർ. എഡിറ്റർ സതീഷ് സൂര്യ. കോസ്റ്റ്യൂം ഡിസൈനർ പൂർണിമയാണ്. വളരെ സ്ലോ പേസിൽ പാട്ടാണ് കേട്ടാ. ജീവി വോയിസ് ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പറായിട്ട് പാടുകയാണ് ജീവി ആ ഒരു ചെറിയ വോയിസ് ഉണ്ട്. ഇങ്ങനെ ഒരു ലവ് മെലഡി സാധനമൊക്കെ ജീവി സൂപ്പറായിട്ട് ഇങ്ങനെ പാടും. അതുപോലെ ശിവകാർത്തികേയനും ശ്രീലീല കെമിസ്ട്രി കൊള്ളാം. അവരും അതിൽ സെറ്റപ്പിലായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് പാട്ടെല്ലാം ഇനി പടത്തിലുണ്ടായാൽ മതി. കാരണം ഇതുപോലത്തെ പാട്ടുകളുള്ള ഇപ്പോൾ സിനിമകളെല്ലാം പടത്തിന് മുമ്പായിട്ട് റിലീസ് ചെയ്യും. പക്ഷെ പടത്തിലുണ്ടാവില്ല. ടൈം ഇഷ്യൂ കാരണമൊക്കെ ചിലപ്പോൾ അവർ ഡ്രിം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പാടുമ്പോൾ തന്നെ ആ ഡിവൈനായിട്ട് ആലോചിച്ച് പാടുകയാണ്. രത്നമാലയാണ് ഗൈസ് സോങ്സ് നെയിം. സോങ്ങിന്റെ പേര്. ലിറിക്കൽ വീഡിയോ ആണ്. പാട്ട് നല്ല ഒരു സോൾഫുൾ റൊമാൻറ്റിക് നൈസ് സ്ലോ പേസ്ഡ് സോങ്. ഇതിപ്പം നമുക്കിങ്ങനെ ഉറങ്ങാനൊക്കെ കിടക്കുന്ന സമയങ്ങളിൽ ഈ പാട്ടൊക്കെ കേട്ടാൽ നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാം. നല്ലൊരു സ്ലോ ആയിട്ടുള്ള റൊമാൻറ്റിക് സോങ് ആണ്. നന്നായിട്ടുണ്ട്. ജി പ്രകാശാണ് പാടിയിരിക്കുന്നത്. ജി പ്രകാശ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ജി പ്രകാശ് മെലഡി എല്ലാം ഇതുപോലെ സ്ലോ പേസ്ഡ് പാട്ടൊക്കെ സൂപ്പറായിട്ട് പാടും. ആൻഡ് മ്യൂസിക് ജി പ്രകാശ് തന്നെയാണ്. ഇത് ജയശ്രീ മതിമാരനാണ് ലിറിക്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. നല്ല ലിറിക്സ് ആണ്. ഇതിന് കുറച്ച് പഴയ പോലത്തെ ലിറിക്സ്. എനിക്ക് തോന്നുന്നു പഴയ സിനിമയുടെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും പഴയ ലിറിക്സ് പോലത്തെ ലിറിക്സ് ഒക്കെ. ദേൻ ദേൻ സിൽവർ ദേൻ പോയിവ ദേൻ അങ്ങനെയൊക്കെ ലിറിക്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇവർ ശിവകാർത്തികൻ ശ്രീലീലയുടെ ആ ഒരു കെമിസ്ട്രി, ആ ഒരു തമ്മിലുള്ള ആ ഒരു ഇതൊക്കെ കൊള്ളാം. ആ ഒരു പഴയൊരു വൈബ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വിൻറ്റേജ് വൈബ്. അങ്ങനെയാണല്ലോ ഷൂട്ടിംഗ് പീരീഡ് ഒക്കെ വരുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. അങ്ങനെ അവരുടെ ഡാൻസിന് ഇപ്പോൾ ചിലപ്പം റീൽസിൽ ട്രെൻഡിങ് ആവും. ഇത് ആ ഒരു പഴയ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ഇങ്ങനെ പഴയ ഡാൻസ്. ഇങ്ങനെ ആ ഒരു ഡാൻസ് ഒക്കെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. ബൃന്ദ കൊറിയോഗ്രാഫർ ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പാട്ടും വളരെ സോൾഫുൾ ആയിട്ട് നല്ല രീതിയിൽ പാടിയിട്ടുമുണ്ട്. ആൻഡ് ഈ സിനിമ ഇറങ്ങുന്നത് ജനുവരി 14, 2025 റെഡ് ജയൻ്റാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. ഡോൺ പിക്ചേഴ്സിൻ്റെ പ്രൊഡക്ഷനിലാണ് ആകാശ് ഭാസ്കരൻ ചെയ്യുന്നത് ഈ സിനിമ ജനുവരി 9 ജനനായകന് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ജനുവരി 14 ശിവകാർത്തികേയൻ്റെ പരാശക്തി ആയിരിക്കും റിലീസ് ചെയ്യുക. സോ അവിടെ ഒരു ക്ലാഷ് ഇല്ല. കാരണം ക്ലാഷിന് സാധ്യതയുമില്ല. കാരണം ജനനായകനും പരാശക്തിയും ഒരു ക്ലാഷ് ആയിട്ട് നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. ക്ലാഷിൻ്റെ ആവശ്യമൊന്നും വരില്ല. പിന്നെ അവിടെ ഒരു തിയേറ്ററിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ ഉള്ളതുകൊണ്ട് വിജയിന് സിനിമാ സമയങ്ങളിൽ തിയേറ്റേഴ്സ് അവൈലബിലിറ്റി, ഇതിനു മുമ്പ് നമുക്ക് വിജയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ശിവകാർത്തികേയൻ്റെ സൈഡിലും 14-ാം തീയതിയാണ് പടം വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും റിവ്യൂസൊക്കെ വരുന്നത്, എങ്ങനെയായിരിക്കും തിയേറ്റർ ഇഷ്യൂസൊക്കെ നടക്കുന്നത്, എങ്ങനെയായിരിക്കും സിനിമ റിലീസ് ചെയ്യുന്നത് എന്നൊക്കെ ആയിട്ട്. ആൻഡ് പാട്ട് നന്നായിട്ടുണ്ട്. സുധാ കങ്കര സൂര്യനെ പൊട്ടി എഴുതി സുട്ടർ ചെയ്ത് സുധാ കങ്കരയാണ് സിനിമ പ്രൊഡ്യൂസല്ല ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ SK വീണ്ടും ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വരികയാണ്.
പാട്ടിൽ നന്നായിട്ട് എസ്കേ കിട്ടില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ശ്രീലീല ഗുഡ് ലുക്കിംഗ് ബ്യൂട്ടി ചാം. സോ രത്നമാല ഈസ് പെർഫെക്റ്റ്, എ സോൾഫുൾ സോങ്.